ഒരു ദിവസം ഭഗവാൻ ഗോപികമാരെ മുഴുവൻ വിളിച്ചു കൂട്ടി. എന്ന് ചോദിച്ചു, എല്ലാവരും എന്നോട് കണ്ണാ അത് തരുമോ ഇത് തരുമോ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇതേവരെ ഒരു സാധനം പോലും ചോദിച്ചിട്ടില്ല. ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒന്ന് ചോദിക്കൂ, എന്തെങ്കിലും ചോദിക്കൂ. അവർ പറഞ്ഞു, ഒന്നും വേണ്ട കണ്ണ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണനില്ലേ, അത് മതി, വേറെ ഒന്നും വേണ്ട എന്നാണ് പറയണത്. കണ്ണൻ കെട്ടിപ്പിടിച്ചു. അരുത്, എന്തെങ്കിലും എന്ത് ചോദിച്ചാലും തരാം, ചോദിക്കൂ. ഈ ചോദ്യം കണ്ണൻ ഈ സ്റ്റേജിൽ വന്നാൽ ചോദിക്കണമെങ്കിലോ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ബുദ്ധൻ എല്ലാ സ്ഥലത്തും പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു അത്രേ, നിങ്ങളുടെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരാം. ഇവിടെ ആർക്ക് വേണമെങ്കിൽ ബുദ്ധനാവാൻ കഴിയും എന്നെ പോലെ. ഒരു ദിവസം ശിഷ്യൻ ചോദിച്ചു, അങ്ങ് എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ആർക്ക് വേണമെങ്കിൽ ബുദ്ധനാവാമെന്ന്, ഇതേവരെ ഒരാൾ പോലും ബുദ്ധനായി ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്താ കാരണം? ബുദ്ധനൊന്നും മറുപടി പറഞ്ഞില്ല. 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ ശിഷ്യനോട് പറഞ്ഞു, എല്ലാ നാട്ടുകാരുടെ അടുത്ത് പേപ്പർ കൊണ്ട് കൊടുക്കും, 10 ആഗ്രഹങ്ങൾ ഇതിൽ എഴുതിക്കൊള്ളാൻ പറയും, ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് എല്ലാവർക്കും പേപ്പർ കൊടുത്തു. നമ്മുടെ വീട്ടിൽ സെൻസസ് എടുക്കാനൊക്കെ ആൾക്കാർ വരാറില്ലേ, അതുപോലെ കാലത്ത് ഒരാൾ വന്നേക്കുക, ഒരു 10 ആഗ്രഹം എഴുതിക്കോളൂ, പേപ്പറിൽ സാധിച്ചു തരാം. അതുപോലെ ബുദ്ധൻ പേപ്പർ കൊടുത്ത് വെച്ചേക്കുക. എല്ലാവരും ആഗ്രഹം മേടിച്ചു, സഭ വിളിച്ചു, എല്ലാവരുടെ പേപ്പർ വായിക്കാൻ പറഞ്ഞു. 10,000 ആളുകളുടെ ആഗ്രഹങ്ങൾ എഴുതിയിട്ടുണ്ട്, 10 ആഗ്രഹങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരിടത്ത് പോലും ഒരാൾ പോലും എഴുതിയിട്ടില്ല എനിക്ക് ബുദ്ധനാവണമെന്ന്. പിന്നെ എങ്ങനെ ബുദ്ധനാവും? ഗുരുവായൂരപ്പൻ നമ്മുടെ തേവരക്കാട് വന്ന് എല്ലാവരുടെ കയ്യിൽ ഓരോ പേപ്പർ തന്നിട്ട് മോഹങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരായോട്ട് ചിലപ്പം 10 സ്ഥലത്തും എനിക്ക് എൻ്റെ കണ്ണനെ മതി എന്ന് എഴുതിയിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊന്നും ആരും അങ്ങനെ എഴുതില്ല, അതാ കുഴപ്പം. ഞാൻ അതുകൊണ്ടല്ലേ ഓടി ഇങ്ങോട്ട് വന്നത് തന്നെ, നിങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ. ഗോപികമാരാരും പറഞ്ഞില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണനെ മതി എന്നാണ് പറഞ്ഞത്. അവരെ കെട്ടിപ്പിടിച്ചു അദ്ദേഹം. മതി, ഞാൻ എന്നെ നിങ്ങൾക്ക് തന്നിരിക്കണോ പറഞ്ഞു. അല്ല, ഒരു കാര്യമെങ്കിലും ചോദിക്കുമെന്ന് പിന്നെയും കണ്ണൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കണ്ണന് ഒരിക്കലും സങ്കടം ഉണ്ടാകരുത്, ഞങ്ങളുടെ കണ്ണൻ്റെ കണ്ണ് നിറയരുത്, താങ്ങാൻ വയ്യ ഞങ്ങൾക്കത്. അപ്പം നിങ്ങൾക്ക് വരം തരാമെന്ന് പറഞ്ഞല്ലോ, എന്ത് ചോദിച്ചാലും തരാമെന്ന്. അതൊന്നേ വേണ്ടു ഞങ്ങൾക്ക്, ഞങ്ങളുടെ കണ്ണൻ്റെ കണ്ണ് നിറയരുത് എന്നാണ്. അതുകൊണ്ടാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക് ഗോപിക ഭഗതി. രാമായണ മാസത്തിൽ ഇവിടെ ഗോപികമാരെ കുറിച്ച് എന്തിനാ അദ്ദേഹം പറയുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ പറയാണ്ട് അല്ലേ? എന്താ ഭക്തി പറഞ്ഞു ചോദിച്ചാൽ, രാമായണത്തിലെ ഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ഭക്തി കാണാൻ പറ്റും. രാവണനിൽ കാണുക രാജസമായ ഭക്തിയാണ്. മഹാദേവനെ തപസ് ചെയ്തു അദ്ദേഹം, രാജസഭക്തിയാണ്. ഓരോ തലകൾ മുറിച്ച് അഗ്നികുണ്ഡത്തിലേക്ക് ഹോമിച്ചോ പറ്റുമോ? നമുക്ക് ഓരോ തല വെട്ടിയെടുത്ത് തീയിലേക്ക് ഇടാൻ പറ്റുമോ? ആകെ ഒരു തലയുള്ളൂ അല്ലേ, വേണ്ട, തലയൊന്നും വെട്ടിയിടണ്ട. ഓരോ വിരലും മുറിച്ചിട്ട് ഓ അല്ലേ കൃഷ്ണായ സ്വാഹ. നാളെ ഗണപതി ഹോമം അല്ലേ, രാമായണ മാസമാണ്. ഗണപതി ഹോമം നമ്മൾ ആരെയും വിളിക്കില്ല, നമ്മളെന്നെ നടത്താം. ഹോമകുണ്ടൊക്കെ ഉണ്ടാക്കി അല്ലേ, എൻ്റെ ഗണപതിക്കായിക്കൊണ്ട് വിഘ്നേശ്വരായ സ്വാഹ. നല്ലൊരു കത്രിക മടിക്കുക, കട്ട് ചെയ്യുക. പറ്റുമോ? പറ്റില്ല. ഓ, ഞങ്ങളുടെ അടുത്ത് അമ്പലത്തിൽ തിരുമേനി പായസം കൊണ്ടിങ്ങനെ വരിക, തുടപ്പള്ളിയിൽ നിന്ന് എടുത്ത് വാങ്ങിച്ച് വരുമ്പോൾ അത് കൊണ്ടിങ്ങനെ ഒരു നല്ല പൊക്കമുള്ള തിരുമേനിയാണ്. അവിടെ മുട്ടുശാന്തിക്ക് വന്നേക്കണതാ. തല ചെന്നാൽ പടിപ്പുറത്ത് ഒരു ഒറ്റ എട്ടിയാണ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്നൊരു എട്ടി. ആ പായസം അങ്ങനെ മതിയാവട്ടെ 4 ഇട്ടി, അത് മതി. അതിന് ഭഗവാൻ പിടിച്ച് തല പൊട്ടിച്ച പോലെയാണ് എല്ലാം. ഇതുപോലെ രാജസായിട്ടുള്ള ഭക്തി കാണണമെങ്കിൽ രാമായണത്തിൽ കുംഭകർണനെയും രാവണനെയൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഓരോ തല വെട്ടിയെടുത്ത് തീയിലേക്ക് ഇട്ടു. 10ാമത്തെ തല വെട്ടാൻ പോയപ്പോൾ അദ്ദേഹത്തിന് 10 തലയുണ്ട് അല്ലേ. 10ാമത്തെ തല വെട്ടാൻ പോയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടരുതെന്ന് പറഞ്ഞു. ബ്രഹ്മാവിനൊക്കെ തപസ് ചെയ്യുന്നതാണ് ചിലപ്പോൾ. ബ്രഹ്മാവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെടുകയില്ല. അങ്ങനത്തെ തപസ് ചെയ്ത് എത്ര ആൾക്കാർ ചത്തു വേണ്ടെന്നല്ല, പ്രത്യക്ഷപ്പെട്ടില്ല. പണ്ടൊരു കുട്ടി തപസ് ചെയ്തു, അത്ര 9 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ പോയി.
ആ പാവത്തിന് ആരും പറഞ്ഞു കൊടുത്തില്ല. ഇവിടെയൊക്കെ വന്ന് ചോദിച്ചെങ്കിൽ നമ്മൾ പറഞ്ഞാണ് ഭഗവതി തപസ് ചെയ്താൽ മതി അല്ലേ. എന്തൊരു ചൈതന്യം അകത്ത് പോയി നോക്കി, വാളൊക്കെ ഇട്ടത് അങ്ങനെ എന്താ അല്ലേ. ഈ ഭഗവതി തപസ് ചെയ്താൽ മതി, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും അല്ലേ. പക്ഷെ ആ കുട്ടി തപസ് ചെയ്ത് ബ്രഹ്മാവിനെയാണ് 9 വയസ്സ് തപസ് ചെയ്യാൻ പോയി. 99 വയസ്സായപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു, കണ്ണു തുറന്നു. അപ്പൊ മുത്തശ്ശി ചെയ്യുന്നുണ്ട്. എന്താ വരം വേണ്ടേ ചോദിച്ചു ബ്രഹ്മാവ്. ഇനി ഒന്നും വേണമെന്നില്ല, കണ്ടുല്ലോ, കാണാൻ പറ്റുന്ന വിചാരിച്ചില്ല, സന്തോഷം എപ്പോഴും. അല്ല ഞാൻ വരം തരാം, വേണമെങ്കിൽ ഒരു വരം തരാം. അപ്പോഴും വേണമെങ്കിൽ വരണം തരാമെന്ന്. ഇതേ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനെ വരെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് രാവണൻ. അത് രാജസഭക്തിയാണ്. താമസഭക്തിയുണ്ട്. കുംഭകർണൻ എന്താ വരം മേടിക്കാൻ പോയെന്നറിയോ? നിർദ്ദേവത്വം. ദേവന്മാരില്ലാണ്ട് പോട്ടെ. നേരത്തെ പറഞ്ഞ പോലെ അന്ന് അടക്കിങ്ങനെ നിന്ന് തൊഴുത് നടയാണ് തുറക്കുമ്പോൾ അമ്മേ മഹാമായേ, അങ്ങ് അപ്പുറത്തെ സാവിത്രിയെ ബൈക്കിടിക്കണേ അമ്മേ. ഇത് താമസമാണ്. മറ്റവന് ദുരിതം ഉണ്ടാവണേ എന്ന് പറയല്. ഈ ഭക്തി രാമായണത്തിൽ നമുക്ക് കാണാം. നിർദ്ദേവത്വം എന്ന് വരം മേടിക്കാൻ പോയ ആളാണ് കുംഭകർണൻ. മേടിച്ച വരം എന്തായി? നിദ്രാവത്വം എന്നായി. ഉറക്കം കിട്ടട്ടെ എന്ന്. അങ്ങനെ ഉറക്കായതാ, ഫുൾ ടൈം ഉറക്കായി പോയി. നമുക്കും അങ്ങനത്തെ വരമൊക്കെ മേടിക്കാമല്ലേ രാത്രി. ഭഗവാൻ അമ്മേ യാ ദേവി സർവഭൂതേഷു അല്ലേ നിദ്രാരൂപേണ സംസ്ഥിത. അപ്പം അമ്മ പറയും മൊബൈൽ ഓഫ് ചെയ്യൂ, അപ്പം ഞാൻ വരാം. പണ്ട് മുത്തശ്ശിമാരൊക്കെ ചുണ്ണാമ്പ് തേക്കും. ഇപ്പോഴും നമ്മളൊക്കെ മുത്തശ്ശിമാരായിട്ട് ഇങ്ങനെ തേക്കും. മുത്തശ്ശിമാർ ഇങ്ങനെ മാത്രം തേക്കുള്ളൂ, അങ്ങോട്ട് തേക്കാറില്ല. നമ്മൾ ഇങ്ങോട്ട് തേച്ച് നാറാണത്തോളം തന്നെ പോലെയാണ്. കല്ലുരുട്ടി മുകളിൽ കയറ്റും, അത് കഴിഞ്ഞ് നിർത്തിക്കിടും. അതിനെ പിന്നെ ഉരുട്ടി കയറ്റും, ഇവിടേക്കൊക്കെ തോണ്ടി ഇവിടെ വരും. സ്റ്റാറ്റസ് നോക്കട്ടെ, അങ്ങോട്ട് പോകും. അപ്പോഴേക്കൊരു കുട്ടി സ്റ്റാറ്റസ് ഇട്ടുണ്ട്. മദേഴ്സ് ഡേ. അമ്മയെ വിളിച്ച് ചന്ദ്രനെ വിളിച്ച് അമ്മേ. പിറ്റേ ദിവസം അമ്മയെ വീണ്ടും എവിടെ കൊണ്ടാക്കി? ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കി. കഴിഞ്ഞു. ഇനി അടുത്ത കൊല്ലം മതി കേട്ടോ. അല്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ സ്റ്റാറ്റസ് കാണി തിരിച്ചോളും. അപ്പോഴേക്ക് ആരെങ്കിലും ഫേസ്ബുക്കിൽ വന്നിടും, അപ്പോഴേക്ക് വാട്സപ്പിലേക്ക് പോകും, അപ്പോഴത്തേക്ക് ആരെങ്കിലും ഷെയർ ചെയ്ത് നോക്കും. അതിനിടയിൽ കൂടെ വീണ്ടും നമ്മളിട്ട ഫോട്ടോ ആരെങ്കിലും ഷെയർ ചെയ്തിട്ട് നോക്കും. ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഭഗവതി പറയും യാ ദേവി നിദ്രാരൂപേണ സംസ്ഥിത സർവഭൂതേഷു എന്ന് പറയുമ്പോൾ അമ്മ പറയും മൊബൈൽ ഓഫ് ചെയ്യുന്ന വരാം അല്ലേ. ഇപ്പോൾ കുംഭകർണം മേടിച്ച വരം താമസഭക്തിയാണ്. വിഭീഷണൻ മേടിക്കുന്ന വരം രാമന്റെ കൂടെ ആയാൽ മതിയെന്ന്. സത്വഗുണമാണ്. ഈ സത്വഗുണത്തില് ഏറ്റവും മുമ്പിൽ നിന്ന ആളുകളാണ് ഗോപികമാര്. ഭഗവാൻ എന്നും ഗോപികമാരുടെ അവിടെ ചെന്ന് വെണ്ണയും തൈരും മോരും പാലും ഒക്കെ കട്ടുകുടിക്കും. അവർ പരാതിയാണ് യശോദമ്മയുടെ മുമ്പില്. യശോദമ്മേ, കണ്ണനെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യ, അവൻ പശുവിനെ അഴിച്ചു വിട്ടു, പാത്രം തല്ലി പൊട്ടിച്ചു. തൻ്റെ എന്താ പോയെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു എൻ്റെ പോയില്ല, എനിക്ക് കിട്ടി. കണ്ണൻ തന്നോ? തന്നു. എന്താ തന്നേ? എൻ്റെ അമ്മയുടെ ശാപം മേടിച്ചു തന്നു. എന്നെ കല്യാണം കഴിച്ച പിന്നെ അമ്മ എൻ്റെ ഭർത്താവിൻ്റെ അവിടേക്ക് വരാറൊന്നുമില്ല. ഞാൻ കുറേ നിർബന്ധിച്ചപ്പോൾ ഇന്നലെ വന്നു അമ്മ. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുക. അപ്പം അമ്മ വന്നപ്പോൾ ചോദിക്കുക, മോളെ ഇത് വൃന്ദാവനല്ലേ, ഇവിടെ നിറച്ച പശുക്കളൊക്കെ ഇല്ലേ, അമ്മയ്ക്ക് പാലൊക്കെ കിട്ടുമോ ഇവിടെ വന്നാൽ? എൻ്റെ ഭവനത്തിൽ 16 പശുക്കളുണ്ട്. കറയുള്ളത് തന്നെ 11 എണ്ണമുണ്ട്. ഇഷ്ടം പോലെ പാലുണ്ട്. ഞാൻ തരാട്ടോ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പാല് കറന്ന് അടുപ്പത്ത് വയ്ക്കാൻ പോവുക. അപ്പം ഈ കള്ളകൃഷ്ണൻ ചെളിയിൽ കുളിച്ച് മേത്തൊക്കെ ചെളിയാക്കിയിട്ട് ഞാൻ അടിച്ച് തുടച്ചിട്ട് ഇവിടെ ചവിട്ടി, എന്താ കൃഷ്ണ കാട്ടിയത്, കടന്നു പോകാൻ പുറത്ത്, എൻ്റെ അമ്മ വന്നിട്ടുണ്ട്, അമ്മയുടെ മേത്ത് നിന്റെ ചെളിയൊന്നും ആക്കാൻ പാടില്ല. എൻ്റെ യശോദേ കരഞ്ഞുകൊണ്ട് ചോദിക്കുക, അപ്പൊ നിന്റെ അമ്മ വന്നാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല അല്ലേ? പാടില്ല. നിന്റെ അമ്മയെ ഞാൻ ഓടിച്ചോളാം. എനിക്ക് മനസ്സിലായില്ല യശോദേ. എന്ത് ചെയ്തു എന്ന് പറയണേ? ഞാൻ അമ്മയ്ക്ക് പാല് തിളപ്പിക്കാൻ വെച്ച് തിളച്ചു, പഞ്ചസാര ഇട്ടു, നല്ല ചൂടാണ്, തിളച്ചിരിക്കല്ലേ. അമ്പലത്തിൽ തൊഴുതിട്ട് വരുമ്പോഴേക്കും ചൂടാണ്. അപ്പം അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അമ്മ എപ്പോൾ വരാട്ടോ? ഈ കണ്ണനകത്ത് കയറിയിട്ട് ആ പാല് മുഴുവൻ കുടിച്ചു. അപ്പോഴാ ഈ അമ്മ അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ കോക്കറിയൊക്കെ കഴിച്ചു, കണ്ണ് കാണില്ല. വേഗം എന്ത് ചെയ്തെന്നോ, ആ പാത്രം എടുത്ത് വെച്ച് 2 പാലാ കുടിച്ചത്.
ഇരുന്നാഴൂരി മൂത്രം ഒഴിച്ചു പോയി. അശ്വ എന്ന് പറഞ്ഞിട്ടില്ല, ഞാനൊന്നുമല്ല ഒഴിച്ച, കണ്ണാ. ചിലർ നോട്ടം കണ്ട് ഞാനാ ചെയ്തിരുന്നു. അമ്മ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ വന്നേ. അമ്മയ്ക്ക് പാല് കുടിക്കണ്ടേ? ആ ദേ കുടിച്ചോളൂ. അപ്പൊ അമ്മ പതുക്കെ വിരലിട്ട് നോക്കി, ചൂട് പാകണമെന്ന് അറിയാം. എൻ്റെ മോക്കറിയാം അമ്മയ്ക്ക് എത്ര ചൂട് വേണമെന്ന്. ഇളം ചൂടാ, നല്ല സുഖായി. ഈ കണ്ണൻ അവിടെ നിന്നിട്ട് പറയാ, അമ്മയ്ക്കല്ല മോൾക്കല്ല അറിയാ ചൂട് എത്ര വേണമെന്ന്, മോനെ അറിയാ എന്ന് പറഞ്ഞു നിൽക്കുക. എനിക്ക് മനസ്സിലായില്ല. അമ്മ ആ പാല് തെറ്റിപ്പോയത് കേട്ടോ, പാലല്ല, ഞാൻ മറ്റേ സ്ഥലത്തിൻ്റെ പേര് പറയണില്ല. അമ്മ അത് അങ്ങനെ എടുത്ത് ഒറ്റ കുടിക്കുക. അപ്പൊ അയ്യേ ഇതെന്താ പുളിക്കണേ, അയ്യേ നല്ലപോലെ കാണാം. അങ്ങനെ പുളിക്കാൻ വഴിയില്ലല്ലോ. ഇനി പാല് കേടായോ? 2 മോദകം കഴിച്ചോളൂ. അമ്മയ്ക്ക് സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ, മോദകം. ഈ കള്ളകൃഷ്ണൻ ആ മോദകം മുഴുവൻ തിന്നിട്ട് അവിടെ ചാണകമുരുട്ടി വെച്ചേക്കും. സന്ധ്യ സമയത്ത് ഞാൻ കണ്ടില്ല. ഞാൻ 2 മോദകം, ക്ഷമിക്കണം, 2 പശുവും ചാണകം ഉരുട്ടിയത് അമ്മയുടെ വായിലേക്ക് തിരികെ. അമ്മ അന്ന് പടിയിറങ്ങി. ഇനി മേലാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. മക്കളെയൊക്കെ പെൺമക്കളെയൊക്കെ വിവാഹം കഴിച്ച് എവിടെയെങ്കിലും കഴിച്ചാൽ അച്ഛനമ്മമാരോടാണ് പറയുന്നത്, എൻ്റെ മോളെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ടാട്ടോ, മൂത്രം കുടിപ്പിക്കും, ചാണകം തെറ്റിക്കും. എനിക്ക് എൻ്റെ അനുഭവം പറയണേ. യശോദമ്മ പറഞ്ഞു, കണ്ണാ എന്തിനാ ഇങ്ങനെ കാട്ടണേ കണ്ണ, ഇനി ഇങ്ങനെ കാട്ടിയാണ്ടല്ലോ. കണ്ണൻ പറഞ്ഞു, ഇല്ല അമ്മേ, ഇവരൊക്കെ പരാതിയായിട്ട് വന്നു വെച്ചാൽ ഇനി കണ്ണൻ എങ്ങോട്ടും പോണില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് പശുവിനെ കിടന്ന് പാലൊക്കെ ഉണ്ടാക്കി ഉറിയിലും ഒക്കെ വെണ്ണയും തൈരും മോരും പാലൊക്കെ നിറച്ചു. അവർ വിൽക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു പാത്രം പോലും പൊട്ടിയിട്ടില്ല, ഒരു തുള്ളി പാല് പോലും കാണാതായിട്ടില്ല. ഉരുട്ടി വെച്ച വെണ്ണ അതേ പാത്രത്തിൽ ആ വെള്ളത്തിൽ അതേപോലെ ഇരിക്കുന്നു, ഒരു തരി വെണ്ണം പോലും പോയിട്ടില്ല. ഒരു പൂച്ച പോലും അത് കക്കാൻ ഇവിടെ കയറിയിട്ടില്ല. കണ്ണൻ്റെ കുഞ്ഞി കാലുകൾ ചെളിയിൽ തമർന്നത് ആ വീടിൻ്റെ അവിടെ കാണാനില്ല. ചാണകം മെഴുകിയ ആ ഇറയത്തോ മുറ്റത്തോ അടുക്കളയിലൊന്നും കാണാനില്ല. അവർ കരഞ്ഞു, എന്താ കണ്ണാ വരാത്തെ? പിറ്റേ ദിവസവും കാത്തിരുന്നു, വന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഗോപികമാര് യശോദമ്മയുടെ മുമ്പിൽ ചെന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കണ്ണാ എന്താ കണ്ണാ വരാത്തെ? നീ വരണില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ ഈ പാലും വെണ്ണയും തൈരും മോരും ഉണ്ടാക്കി വെക്കണേ? കണ്ണാ വരണേ. ഇതാണ് ഗോപികമാര്. അവർ പരാതി പറയുമ്പോഴും അവരുടെ ജീവനായിരുന്നു അവരുടെ കണ്ണൻ. അവരെല്ലാമെല്ലാമായിരുന്നു.